മെയിൽസിൻ്റെ പെർഫോമൻസ് ഒന്നുമില്ലെന്ന് പ്രസിഡന്റിൻ്റെ ഒരു പരാതി പരിഗണിച്ചുകൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറിയതാണ്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആക്ടേഴ്സ്, അവരുടെ ഫേവറേറ്റ് പെർഫോമൻസസ്, വോയിസ് ഇമിറ്റേഷൻ അല്ല, ഒരു പെർഫോമൻസ്. ഓക്കെ, കണ്ടു നോക്കാം. ഓറാണെങ്കിൽ കൂവി സഹകരിക്കുക. ഓക്കെ, ഏടാ മുന്നത്തെ മന്ത്രി ചന്ദ്രബാനു കാട്ടിൽ വേട്ടയ്ക്ക് പോയിട്ടുണ്ടാ? നീ? ഞാൻ പോയിട്ടുണ്ട്. സുള്ളിക്ക്, ആദോർക്ക് 6 പേര് ഒറ്റ ലക്ഷത്തിന്റെ ബയ്യെ പോകുമ്പോ, 6 പേര് വേട്ടയ്ക്ക് പോകുമ്പോ ഒറ്റ ലക്ഷത്തിന്റെ ബയ്യെ പോകണം. ഒരു കണ്ണിന് ഉന്നം മാറിയ മൃഗത്തിന്റെ ബൈക്ക് പോകും. അങ്ങനെയുള്ളവരെ ഞാൻ കാട്ടിൽ കയറുമ്പോ കൂടെ കൂട്ടലുള്ളൂ. കച്ചവടത്തിന് നിന്നെ നമ്പാൻ കൊള്ളൂലാന്ന് തിരിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നെ സലാമാക്കിയത്. അതല്ല നിന്നെ ജീവനോടെ വെറുതെ വിട്ടു എന്ന് പറയുന്നതാണ് ശരിക്കും ശരി. അല്ല, നീ എന്തെന്ന് വിചാരിച്ചു? നീ കുമ്പളക്കാരൻ റീറ്റാൻഷനായി വേറും വെകിടനാണ്. എന്നാൽ സവര കുന്നോളിൻ്റെ സങ്കടങ്ങളുള്ളിൽ നിനക്ക് വേണ്ടി മാറ്റിവെച്ചാണ് ഞാൻ ഏഴനാളിൻ്റെ കാഴ്ചകൾ. ഇന്നിന് പകരമായിട്ട് ഒരു 14 കണ്ടു മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയല്ല കൊണ്ടു നടക്കേണ്ടത്. എൻ്റെ അനിയനെ മരണം വരെ ഓർക്കാനെ കൊണ്ടാണ്. എന്നിട്ടും കായോടത്തെല്ലാം കൊല്ലാൻ പറഞ്ഞിടത്തിൽ എൻ്റെ ഇടതാക്കി ഇരുട്ടാണ്. സന്തോഷമായി. ഒരായുസ് മുഴുവൻ മേക്കണോൻ്റെ അടിയും കൊണ്ട് നടന്നാൽ ഒരു കറവ് എന്നെ കാര്യത്തിൽ നമ്മളില്ലേ. ഒന്നിക്ക് പള്ളിക്കൂടത്ത് പോകാത്ത നിങ്ങൾ മാണിക്കത്തോളം ചെറുതാണ്, അല്ലെങ്കിൽ പഠിപ്പ് മേഖലയുള്ള നിങ്ങൾ മാണിക്കത്തോളം വലുതാണ്. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്കത്തിന് ഇടവേളെന്നല്ല പോകത്താണില്ല കേട്ടാ. നിനക്ക് പകരമായിട്ട് കാലിച്ചെന്ന് എടുത്തു നടത്താൻ ഞാൻ എനിക്ക് വേണ്ടി ചാവും. നീ എന്നെ കൊല്ലാൻ ആളെ വിടും. രണ്ടാലും തോൽവി തന്നെ. एक अनजानी लड़की से मैं कभी देखा नहीं था, कभी मिला नहीं था. वो मेरी ज़िंदगी की सबसे बड़ी खबर सुना रहे. बड़ी आसानी से उसने कह दिया, सारा आपसे मोहब्बत करती है. आप लाहौर आ जाइए और ज़रा को लेके जाइए. उसकी निकाह होने जा रहे. आप वो अकेली में एक कदम उठ ही नहीं पाए. और आखिर में उसने एक सवाल भी पूछ बैठा, आप सारा से कितनी मोहब्बत करते हैं? आप सारा से कितनी मोहब्बत करते हैं? इस सवाल का जवाब तो कभी था और आज भी नहीं कि मैं सारा से कितनी मोहब्बत करता हूँ.